ഇപ്പോഴത്തെ തിരുക്കർമ്മങ്ങൾ ആദ്യം അടുത്ത വർഷത്തെ പ്രസിഡന്റിയുടെ വാഴ്ച. തെക്കിനിയത്ത് ജേക്കബ്, ജോബി ആൻഡ് സിനി അവരാണ് അടുത്ത വർഷത്തെ പ്രസിഡന്റുമാർ. അതിനുശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം. നമുക്കിന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ രൂപതാധ്യക്ഷൻ മാർപ്പോളി കണ്ണുക്കാടൻ. എല്ലാ ദുഃഖരാനിക്കും അദ്ദേഹം മുടക്കം കൂടാതെ ഈ വിശുദ്ധ ബലിക്ക് അണയാറുണ്ട്. നമ്മോടുള്ള അമ്പഴക്കാട് ഇടവകയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും കരുതലും വളരെ വലുതാണ്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളത് മനസ്സിലാക്കി കാണും. ഒരു അച്ഛന്റെ കൂടെ ശുശ്രൂഷ നമുക്ക് ഈ ജനുവരി മുതൽ അദ്ദേഹം അനുവദിച്ചു തന്നു. അങ്ങനെ ഇടവകയുടെ നാനാവിധമായ വളർച്ചയ്ക്ക് എല്ലാ പ്രോത്സാഹനവും പ്രാർത്ഥനയും നൽകുന്ന അഭിമന്യ പിതാവിനെ നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന്റെ പ്രമാണം നിന്റെ പാദങ്ങൾക്ക് വിളക്കും മൊഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. മിശുമാർത്തോമാശ്ലീഹായുടെ മധ്യസ്ഥതയാൽ സർവശക്തനായ ദൈവം ഈ പ്രസിഡന്റ് തെക്കനിയ ജേക്കബ്, ജോബിയെയും സിനിയെയും അവളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഉദ്ദിഷ്ടകാര്യം സാധിച്ചെന്ന് ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ആചരിക്കുന്ന അമ്പഴക്കാട് പുരാതന ദേവാലയത്തിലെ എല്ലാ ഇടവകാംഗങ്ങളെയും ഈ ബലിവേദി സമർപ്പിക്കാം. ഈ തിരുനാളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും നമുക്ക് ബലിവേദി സമർപ്പിക്കാം. നിയോഗങ്ങളും പ്രാർത്ഥനകളും തിരുമുമ്പിൽ സ്വീകാര്യമാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും, ഏറ്റവും പ്രത്യേകമായിട്ട് ദൈവിക കൃപയും മാർത്തോമാശ്ലീഹായുടെ മാധ്യസ്ഥം വഴിയായിട്ട് ലഭിക്കട്ടെ. മാർത്തോമാശ്ലീഹ കൊളുത്തിവെച്ച വിശ്വാസത്തിന്റെ ദീപം ഉജ്ജ്വലിപ്പിക്കുവാൻ അവിടുത്തെ കനിവ് നമുക്ക് ലഭിക്കട്ടെ. ഒരു നിമിഷം കൈകൾ കൂപ്പി തമ്പുരാന്റെ തിരുമുമ്പിലെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഇടവകയുടെ നിയോഗങ്ങളോടൊപ്പം തന്നെ ചേർത്തുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. ഈ തിരുനാൾ നടത്തുവാനായിട്ട് സഹകരിക്കുന്ന മുഖ്യ പ്രസിദ്ധിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് പ്രസിദ്ധികളെയും നമുക്ക് തമ്പുരാന്റെ തിരുമുമ്പിൽ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സത്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമാസ്ലീഹായി ഭാരതത്തിന് അപ്പസ്തോലനും വിശ്വാസത്തിന്റെ പിതാവുമായി നൽകിയന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിന്റെ ദുഃഖാന തിരുനാൾ ആചരിക്കുന്ന ഞങ്ങള് ഇതിവിരഹസ്യങ്ങളെ ഭക്തിയാദരപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. സ്വരത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ.